വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ്. ബാക്കി 3 ചാപ്റ്റേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ CRT ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സിലബസ് വൈസ് ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ VO LDC എല്ലാ എക്സാമിനും നമുക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്, അതായത് നമുക്കൊരു ടോപ്പിക് എടുക്കാം സിലബസിൽ നിന്ന്. ആ ടോപ്പിക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRTയിലും SCRT എടുക്കുന്ന, അതായത് അതിലെല്ലാ പോയിൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ്. ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? മെഴുകുതിരി കത്തുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നോക്കി വാഴപ്പഴം പഴുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആഹാരം പാകം ചെയ്യുന്നത് അല്ലേ, ആഹാരം പാകം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കല്ലിൽ നിന്ന് ശില്പം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതായി കാണുന്നില്ലേ? ഇല്ലേ, പലതരം മാറ്റങ്ങൾ. അതായത് കല്ല് കൊത്തി ശില്പമാക്കുന്നു അല്ലേ. അതുപോലെ തന്നെ വാഴക്കുല പഴുക്കുന്നു. അതുപോലെ ഇത് രണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും മാത്രം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ മാറ്റങ്ങളാണോ നടക്കുന്നത്? അല്ല അല്ലേ. കല്ല് കൊത്തി ശില്പമാക്കുന്നതും അതുപോലെ തന്നെ കല്ല് കൊത്തി ശില്പമാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്, ഇത് മനുഷ്യനിർമ്മിതമാണ് അല്ലേ. എന്നാൽ വാഴക്കുല പഴുക്കുന്നതാണ് പ്രകൃതി അല്ലേ, പ്രകൃതി ദത്തമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇതിലൊന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമാണ് അല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും അല്ലേ. ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനായിട്ടും കാരണമാകും. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എന്താൽ നിർമ്മിതമാണ്? ദ്രവ്യത്താൽ, മാറ്ററാൽ അല്ലേ, ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ കാണിച്ചിട്ടുള്ളത്? ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചെറിയൊരു ബീക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കല്ല് കെട്ടി താഴ്ത്തിയിട്ടുണ്ട്. ഇത് ചെറിയ കല്ലാണ്. രണ്ടാമത്തെ പാത്രത്തിലാണെങ്കിൽ വലിയ കല്ലാണ് താഴ്ത്തിയേക്കുന്നത് അല്ലേ. അപ്പോൾ ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകാം? ജലനിരപ്പ് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? കല്ലിന് സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്ഥലം ആവശ്യമാണ് അല്ലേ. കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതായത് നമ്മളൊരു കല്ല് ഈ ഒരു ബീക്കറിൽ നമ്മൾ താഴ്ത്താണെന്നുണ്ടെങ്കിൽ ആ ജലത്തിൻ്റെ നിരപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയതായിട്ട് കാണാനായിട്ട് പറ്റും ഇല്ലേ, കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ ഈ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടായിരിക്കുക? അതായത് വെള്ളം കുറച്ചും കൂടി കയറിയിട്ടുണ്ടായിരിക്കുക. എന്ത് കാരണമായിരിക്കും? കാരണം എന്താ, അവിടെ ഒരു പുതിയൊരു വസ്തുവായിട്ടുള്ള കല്ല് വന്നു. അപ്പോൾ കല്ല് വന്നപ്പോൾ കല്ലിന് ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. അപ്പോൾ സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജലനിരപ്പ് ഉയർന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. ദ്രവ്യത്തിൻ്റെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം എന്നാണ്
എന്നാണ് പറയുന്നത്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കല്ല് വന്നിരിക്കാനായിട്ട് സ്ഥലം വേണം അല്ലേ. ഒരു കല്ല് വന്നു, അപ്പോൾ കല്ലിന് ഇരിക്കാനായിട്ട് സ്ഥലമില്ല, അപ്പോൾ ജലനിരപ്പ് ഉയർന്നു, അപ്പോഴാണ് അവിടെ കല്ലിന് സ്ഥലം കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ന് പറയാം ഇതിൻ്റെ വ്യാപ്തം എന്ന് വെച്ചാൽ എന്താ പറയാം, ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ അല്ലേ, ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഈ രണ്ട് കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കിയാൽ എന്ത് വ്യത്യാസമാണ് കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇതാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സവിശേഷതയാണ് ദ്രവ്യത്തിന് മാസ് ഉണ്ട്. എന്താണ് ദ്രവ്യത്തിന് മാസ് ഉണ്ട്? ഇത് ദ്രവ്യത്തിന് മറ്റൊരു സവിശേഷതയാണ്. ഇപ്പം നമ്മൾ ചെറിയ കല്ലിട്ടപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ കല്ലിടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉയരും അല്ലേ. വലിയ കല്ലിടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉയരും. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രത്യേകത, നമ്മൾ ജസ്റ്റ് കല്ലെടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് നമ്മൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിനെന്തോ ഒരു എന്താ പറയുക, ഒരു കനം വന്നു അല്ലേ. കല്ലിനെ നമ്മൾ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കനം വന്നു, അതിനാണെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദ്രവ്യത്തിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രവ്യത്തിന് മാസ് ഉണ്ടെന്നല്ലേ. രണ്ടാമത്തെ സവിശേഷതയാണ് ദ്രവ്യത്തിന് മാസ് ഉണ്ടെന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ദ്രവ്യത്തിന് മാസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു വ്യാപ്തം ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് മാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അല്ലേ. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി വായു ഒരു ദ്രവ്യമാണോ? അതെ, യെസ് അല്ലേ. വായു ഒരു ദ്രവ്യമാണ് വായു എന്ന് പറയുന്നത്. വായുവിന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണ്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒന്ന്, ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണെന്ന് പറഞ്ഞു. സ്ഥലത്തെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന് അളവിനെയാണ് അതിനെ മാസ് എന്ന് പറയുന്നത്. നോക്കിയ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തലക്കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. അപ്പോൾ ടവൽ നനയുന്നതിന് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിനുള്ളിൽ നിറയെ വെള്ളമുണ്ട്. എന്നിട്ടൊരു ഗ്ലാസ്സിനുള്ളിൽ ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഗ്ലാസ്സിനുള്ളിൽ ടവൽ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇങ്ങനെ നമ്മൾ കമഴ്ത്തിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് അടിക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് അവിടെ ടവൽ നനയുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടവൽ നനയുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ, ടവൽ നനയുന്നതായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ഗ്ലാസ്സിനുള്ളിൽ വെള്ളം കയറിയില്ല, അതിനാലാണ് ഗ്ലാസ്സിനുള്ളിൽ ടവൽ നനയാണ്ടിരുന്നത്. എന്തുകൊണ്ടായിരിക്കും? കുപ്പിക്കുള്ളിൽ വായു നിറഞ്ഞിരിക്കുന്നത് കാരണമായിരിക്കും. കുപ്പിക്കുള്ളിൽ എന്തുണ്ടായിരിക്കും? നിറയെ വായു ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു നമ്മളൊരു ഗ്ലാസ് നിറയ്ക്കുന്ന പറഞ്ഞില്ലേ, ഈ ഗ്ലാസ്സിനുള്ളിൽ നിറയെ വായു നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനാലായിരിക്കും ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത്. ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ജലനിരപ്പ് കൂടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജലനിരപ്പിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും? അവിടെ എന്തോ ഒരു വ്യാപ്തം ഉണ്ടായിട്ടുണ്ട്, അതായത് വായു ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ വായുവിൻ്റെ വ്യാപ്തമാണ് ഈ ജലനിരപ്പിലെ വ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വായുവിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? വായു നിറയ്ക്കാതെ ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ? ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും വായുവിന് എന്തുണ്ടെന്ന്, മാസ് ഉണ്ടെന്ന് വ്യക്തമാകും അല്ലേ. വായുവിന് എന്തുണ്ട്? മാസ് ഉണ്ട്. വായുവിനും മാസ് ഉണ്ട്. അപ്പോൾ സ്ഥിതി ചെയ്യാൻ എന്താണ് ദ്രവ്യം എന്ന് പറയുന്നത്? അതാണ് പറഞ്ഞു വരുന്നത് അല്ലേ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു, രണ്ട് സവിശേഷത പറഞ്ഞു. ദ്രവ്യത്തിന് വ്യാപ്തമുണ്ടെന്നും പറഞ്ഞു അല്ലേ, ഇരിക്കാനായിട്ടൊരു സ്ഥലം വേണം എന്നും പറഞ്ഞു, അതിന് മാസ് ഉണ്ടെന്നും പറഞ്ഞു. ഇതിനെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കാം. വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദ്രവ്യം പ്രധാനമായും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട് എന്ന് പറയുന്ന 3 അവസ്ഥകളിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്.
ഇനി നോക്കിയേ വ്യാപ്തം അതുപോലെ തന്നെ മാസ് ആകൃതിയൊക്കെ മൂന്നിനും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിശ്ചിത മാസ് ഉണ്ട്. ഏതിനൊക്കെയാണ് മാസ് ഉള്ളത്? നോക്കി ഏതിനൊക്കെ മാസ് ഉണ്ട്? ഖരത്തിന് അല്ലേ മാസ് ഉണ്ടായിരിക്കും, ദ്രാവകത്തിൽ മാസ് ഉണ്ടായിരിക്കും, വാതകത്തിനും മാസ് ഉണ്ടായിരിക്കും. ഇനി ഖരത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട്. ശരിയാണോ? ശരിയാണ്. ഖരത്തിന് നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും. ദ്രാവകത്തിന് വ്യാപ്തം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ദ്രാവകത്തിനും നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കും. വാതകത്തിന് വ്യാപ്തം ഉണ്ടായിരിക്കോ? ഇല്ല, വാതകത്തിന് വ്യാപ്തം ഉണ്ടായിരിക്കില്ല. ഇനി ഖരത്തിന് നിശ്ചിത ആകൃതി ഉണ്ടോ? ഉണ്ടല്ലേ, ഖരത്തിന് നിശ്ചിത ആകൃതി ഉണ്ട്. ദ്രാവകത്തിന് ആകൃതി ഉണ്ടായിരിക്കോ? ഇല്ല, ദ്രാവകത്തിനും ഇല്ല, വാതകത്തിനും ആകൃതിയില്ല. അപ്പം മാസ് ഉള്ളത് ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും മാസ്. അപ്പോൾ ഖരത്തിന് നമുക്ക് പറയാം മാസ് ഉണ്ട്, വ്യാപ്തം ഉണ്ട്, ആകൃതി ഉണ്ടെന്ന് പറയാം. ദ്രാവകമാണെങ്കിൽ മാസ് ഉണ്ട്, വ്യാപ്തം ഉണ്ടെന്ന് പറയാം. വാതകമാണെങ്കിൽ മാസ് മാത്രമാണുള്ളത്. ഇനി നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കാം. ദ്രവ്യത്തിന് ഖരം, വാതകം, ദ്രാവകം എന്നീ 3 അവസ്ഥകളുണ്ടെന്ന് പഠിച്ചല്ലോ. എന്നാൽ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ 9 11 ഉണ്ട് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഓരോന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവ 3 മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ. ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അല്ലേ. പ്ലാസ്മ എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അപ്പോൾ 4ാമത്തെ വരുന്നതാണ് പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. ചോദിക്കാറുണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ സൂര്യനിലും നക്ഷത്രങ്ങളിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്, പ്ലാസ്മ അവസ്ഥയാണ്. പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളും നെബുലകങ്ങളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണുള്ളത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നത് പ്ലാസ്മ ഉണ്ടാകുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ഓരോന്നായിട്ട് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് 5ാമത്തേത്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് 6ാമത്തേത്. എന്നിവക്ക് എന്തിന് ഉദാഹരണമാണ്? ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. മാറ്റങ്ങൾ പലതരം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ. എന്ത് സംഭവിക്കും? ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് പാത്രത്തിൽ ഒരു ദ്രാവകം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. മെഴുക് ചൂടാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉറ്റിച്ച് പോലോ ഒരു ദ്രാവകം ഉണ്ടാകുന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ദ്രാവകം കുറച്ച് നേരം തണുപ്പിക്കുകയാണെങ്കിൽ എന്തായി സംഭവിക്കും? ഈ ദ്രാവകം മെഴുകായിട്ട് മാറില്ലേ. അതായത് നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒറ്റിക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു ദ്രാവകം ഒഴുകി വരുന്നത് കാണാനായിട്ട് പറ്റും. എന്നിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തണുക്കുകയാണെങ്കിൽ അത് കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കില്ലേ മെഴുക്. അപ്പോൾ അത് വീണ്ടും കത്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാകാം മെഴുക് എന്ന് പറയുന്നത് ഒരു ഖരമാണ്. പിന്നെ ഈ മെഴുക് ഖര അവസ്ഥയിലായിരുന്നു. പിന്നീട് നമ്മൾ കത്തിച്ചപ്പോൾ അത് ദ്രാവക അവസ്ഥയിലേക്കായിട്ട് മാറി. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ഖരാവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും അവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ? നമ്മൊരു കടലാസ് എടുത്തു, കത്തിച്ചു, ചാരമാക്കി. ഈ ചാരത്തിന് വീണ്ടും നമുക്ക് കടലാസ് ആക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ, മാറ്റാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസ് ആക്കാനായിട്ട് പറ്റുമോ? ഇല്ല. എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുക? അല്ല. ഒരു പയർവിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും? പയർവിത്ത് മുളയ്ക്കാനായിട്ട് വേഗം മുളയ്ക്കില്ലേ, പക്ഷെ ഇത് വളർന്ന് പൂവിടാനായിട്ട് കുറേ സമയം വേണമല്ലോ അല്ലേ. എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ. ഗ്യാസ് നമുക്ക് പെട്ടെന്ന് കത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ എന്താണ്? പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ട്, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? ഇപ്പോൾ പാല് തൈരാകുന്നത് ഭയങ്കര അല്ലേ സ്ലോ പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് പഴുക്കുന്നതെന്നാണ് ഭയങ്കര സ്ലോ പ്രവർത്തനമാണ് അല്ലേ, സാവധാനത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അല്ലേ നമ്മൾ മൂക്കുന്നു എന്നൊക്കെ അറിയില്ലേ. ഇപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു വിത്ത് ഇട്ട് മുളച്ച് പിന്നെ അത് പൂവിട്ട് കായിട്ട് അങ്ങനെ വേണമല്ലോ ഉണ്ടാകുന്നതിനായിട്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര സ്ലോ ആയിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയാം. അതുപോലെ തന്നെ രാവും പകലും രാത്രി ഉണ്ടാകുന്നല്ലേ.
അപ്പം രണ്ടും ഉണ്ടാകുന്നത് എന്താണ്? സ്ലോ ചേഞ്ച് ആണ് അല്ലേ. ഇനി നമുക്ക് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് എന്തെന്നൊക്കെ പറയാം. നമുക്ക് വേഗത്തിൽ നടക്കുന്ന പേപ്പർ കത്തുന്നത് പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനമാണല്ലോ. അതുപോലെ തന്നെ പിന്നെന്താ പറയുക, നമുക്ക് പെട്രോൾ കത്തുന്നത്, അതുപോലെ ബൾബ് അല്ലേ, ബൾബ് പെട്ടെന്ന് ലൈറ്റിങ് ബൾബ് അല്ലേ, ബൾബ് കത്തുന്നത് പെട്ടെന്നുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കുന്നതും പെട്ടെന്നുള്ള പ്രവർത്തനമാണ്. മനസ്സിലായല്ലോ. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും. കടലാസ് കത്തുന്നതും മെഴുകുരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെഴുകുരുകുമ്പോൾ അതിൻ്റെ രാസസ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? കടലാസ് കത്തുമ്പോഴോ? മെഴുകുരുകുന്നത് പറയുന്ന ഒരു ഭൗതിക മാറ്റമാണ്. കടലാസ് കത്തുന്നത് പറയുന്നത് ഒരു രാസമാറ്റമാണ്. എന്താണ്? മെഴുകുരുകുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. കടലാസ് കത്തുന്നത് രാസമാറ്റമാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മെഴുകെന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റി. എന്നാൽ കടലാസ് കത്തിച്ച് തിരിച്ച് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല അല്ലേ. അതായത് മെഴുക് കത്തിച്ചപ്പോൾ മെഴുക് തന്നെയാണ് ഉണ്ടായത്, അവിടെ പുതിയ പദാർത്ഥം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭൗതിക മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്. ഭൗതിക മാറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായിട്ട് മാറും, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകും. രാസമാറ്റമാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വേറൊരു പദാർത്ഥമായി, അതായത് കടലാസ് കത്തി ചാരമായി. അപ്പോൾ ചാരം എന്ന് പറയുന്നത് പുതിയ ഒരു പദാർത്ഥമാണ്, അവിടെ പുതിയ തന്മാത്രകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഭൗതിക മാറ്റമാണെന്നുണ്ടെങ്കിൽ പുതിയ പദാർത്ഥം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പുതിയ പദാർത്ഥം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവിടെ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ വ്യത്യാസപ്പെടുത്തൽ മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ രാസമാറ്റം എന്ന് വെച്ചാൽ രാസമാറ്റത്തിൽ ഒരു പൂർണ്ണമായിട്ടും വേറൊരു പദാർത്ഥമായിട്ട് മാറും, അതായത് വേറൊരു പുതിയ ഒരു തന്മാത്രകൾ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഭൗതിക മാറ്റവും രാസമാറ്റവും ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പാൽ തൈരാകുന്നു. പാൽ തൈരാകുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാകുന്നില്ലേ, പുതിയതായിട്ടുള്ള ഒരു വസ്തു ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാൽ തൈരാകുന്നത് എന്ന് പറയുന്നത് എന്താണ്? എന്ത് പറയാം? ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? രാസമാറ്റമാണ് അല്ലേ, രാസമാറ്റമാണ്. പാൽ തൈരാകുന്നത് രാസമാറ്റമാണ്. മെഴുകുതിരി കത്തുന്നതോ? മെഴുകുതിരി കത്തുന്നത് എന്താണ്? മെഴുകുതിരി കത്തുമ്പോൾ മെഴുകുതിരി കത്തുന്നത് എന്താണ്? മെഴുകുതിരി കത്തുന്നത് എന്താണ്? രാസമാറ്റമാണ്. ഭൗതിക മാറ്റമാണോ? രാസമാറ്റമാണ്. എങ്ങനെയാണ് മെഴുകുതിരി കത്തുന്നത് രാസമാറ്റമായിട്ട് മാറുന്നത്? മെഴുകുതിരി കത്തിപ്പോയി അല്ലേ, മെഴുകുതിരി കത്താണ് ചെയ്യുന്നത്. അപ്പോൾ കത്തിപ്പോയി, അത് നമുക്ക് വീണ്ടും മെഴുകുതിരി ആക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഉരുകുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് വരും. ഉരുകുന്നത് ചോദിക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഭൗതിക മാറ്റമാണെന്ന് പറയാം. ഉരുകാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയാം. പക്ഷെ കത്തുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എടുത്ത് പറയുന്ന പോയിന്റ് കേട്ടോ. മെഴുകുതിരി ഉരുകുന്ന ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം? അതെന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റമാണ് എന്ന് പറയാം. എന്നാൽ മെഴുകുതിരി കത്തുന്നു എന്ന് പറഞ്ഞാൽ അത് രാസമാറ്റമാണ്, നമുക്ക് വീണ്ടും മെഴുകുതിരി ആക്കാനായിട്ട് പറ്റില്ല, കത്തുന്നത് കേട്ടോ. ഇനി ഐസ് ഉരുകുന്നു. ഐസ് ഉരുകുന്നു നമുക്ക് വീണ്ടും ഐസാക്കാൻ പറ്റുമോ? ഐസാക്കാനായിട്ട് പറ്റുമോ? ഐസ് ഉരുകി വെള്ളമായി. ഈ വെള്ളം നമുക്ക് ഐസാക്കാനായിട്ട് പറ്റുമോ? പറ്റും. അപ്പം നമുക്കത് ഭൗതിക മാറ്റമാണെന്ന് പറയാം. ഇനി ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുകയാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ട് ആ തുരുമ്പിനെ നമുക്ക് വീണ്ടും ഇരുമ്പാക്കാനായിട്ട് പറ്റുമോ? ഇല്ല, അത് രാസമാറ്റമാണ്. ഇനി മെഴുക് ഉരുകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതെന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റമാണ് എന്ന് പറഞ്ഞു. ഇനി ജലം ഐസാകുന്നു. ജലം ഐസായി അല്ലേ, ജലം എന്ന് പറയുന്നത് ഐസായി. ഈ ഐസ് നമുക്ക് ജലമാക്കാനായിട്ട് പറ്റുമോ? പറ്റും. അപ്പം നമുക്കത് ഭൗതിക മാറ്റമാണെന്ന് പറയാം. ഇനി ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. ഉപ്പ് ജലത്തിൽ ലയിച്ചു അല്ലേ, അപ്പോൾ നമുക്ക് ഉപ്പ് ജലത്തിൽ ലയിച്ചു. അപ്പം നമുക്ക് ഈ ഇതെന്ന് പറയുന്നത് എന്താ പറയാം? ഭൗതിക മാറ്റമാണ് എന്ന് പറയാം. ഇനി വിറക് കത്തുന്നത് എന്താണ്? രാസമാറ്റമാണ് അല്ലേ, രാസമാറ്റമാണ്. നമുക്ക് കത്തി വിറക് വീണ്ടും നമുക്ക് വിറകാക്കി മാറ്റാനായിട്ട് പറ്റില്ല. ഇനി ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? ഐസ് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും?
അപ്പോൾ ഐസെടുത്ത് ചൂടാക്കിയാൽ അത് വെള്ളമായിട്ട് മാറും അല്ലേ. ഐസെടുത്ത് ചൂടാക്കിയത് വെള്ളമായിട്ട് മാറും. ഇനി ചൂടാക്കുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കുമോ. അപ്പോൾ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നീരാവി ഉണ്ടാകും അല്ലേ. ജലം തിളയ്ക്കും. നന്നായിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജലം തിളയ്ക്കും, നന്നായി വെള്ളം തിളയ്ക്കും. വെള്ളം തിളച്ചാൽ എന്ത് സംഭവിക്കും, അവിടെ നീരാവി ഉണ്ടാകുന്നതിനായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലനവേഗത, ഊർജ്ജം എന്നിവയെക്കുറിച്ചൊക്കെ എഴുതാനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണികകൾ തമ്മിലുള്ള അകലം ഖരമാണെന്നുണ്ടെങ്കിൽ കണികകൾ തമ്മിൽ, ഇപ്പോൾ നമുക്ക് ഖരമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടുപ്പിച്ചിട്ടാണ് ഇരിക്കുക അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. ഇനി ദ്രാവകമാണെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ലേ. നമുക്ക് ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അകലമുണ്ട് എന്ന് നമുക്ക് പറയാം. വാതകമാണെങ്കിലോ നല്ലോണം അകലം ഉണ്ടായിരിക്കില്ലേ, നന്നായിട്ട് അകലം ഉണ്ടായിരിക്കും. വാതകാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പദാർത്ഥങ്ങൾ എങ്ങനെയാണ്, സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് നടക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കണികൾ തമ്മിലുള്ള അകലം നന്നായിട്ട് കൂടുതലാണ് എന്ന് പറയാം. ദ്രാവകമാണെങ്കിലോ അത് ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കുറവാണ് എന്ന് പറയാം അല്ലേ. കുറച്ചും കൂടി അകലം, അതായത് കണികൾ തമ്മിലുള്ള അകലം കുറച്ചും കൂടി കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഖരത്തിലാണെങ്കിൽ കണികൾ തമ്മിലുള്ള ആകർഷണബലം കൂടുതലായിരിക്കും, കാരണം ഇത് അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ കണികൾ തമ്മിലുള്ള ആകർഷണബലം കൂടുതലായിരിക്കും. ദ്രാവകമാണെങ്കിലോ ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകർഷണബലം ഭയങ്കര കുറവാണ് അല്ലേ. ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇത് ഖരത്തിലാണെങ്കിൽ നന്നായിട്ട് അടുപ്പിച്ചിരിക്കണം, കാരണം നല്ല ആകർഷണബലം ഉണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് ദ്രാവകം നോക്കുകയാണെങ്കിൽ ആകർഷണബലം കുറവാണെന്ന് നമുക്ക് പറയാം. ഇനി വാതകമാണെന്നുണ്ടെങ്കിൽ ആകർഷണബലം വളരെ കുറവായിരിക്കും. അവ തമ്മിൽ നല്ല അകലത്തിലായിരിക്കും. അത് കാരണം അവിടെ വാതകത്തിൽ കണികൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കുറവായിരിക്കും. ഇനി കണികകളുടെ ചലനം, വേഗം നോക്കിയാലോ. കണികളുടെ ചലനം അല്ലെങ്കിൽ ചലനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖരാവസ്ഥയിൽ വളരെ കുറവാണ്, കാരണം അടുപ്പിച്ചായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചലനം അങ്ങനെ അധികമായിട്ട് നടക്കുന്നില്ല. പക്ഷേ ദ്രാവകത്തിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ ഖരത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ നമുക്ക് ഖരത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചലനാവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക കൂടുതലാണെന്ന് നമുക്ക് പറയാം. എന്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഖരത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാതകാവസ്ഥയിലാണെങ്കിൽ നല്ല കൂടുതലായിരിക്കും അല്ലേ. വാതകാവസ്ഥയിലാണെങ്കിൽ നല്ല കൂടുതലായിരിക്കും, വേഗതയാണെങ്കിലും ചലനമാണെങ്കിലും. ഇനി കണികകളുടെ ഊർജ്ജം, ഖരാവസ്ഥയിലാണെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത് കൂടുതലാണോ കുറവാണോ? കണികകളുടെ ഊർജ്ജം എന്ന് പറയുന്നത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഇനി ദ്രാവകമാണെന്നുണ്ടെങ്കിൽ ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. ഇതിങ്ങനെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി വാതകമാണെന്നുണ്ടെങ്കിലോ വളരെ കൂടുതലാണ് അല്ലേ. കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികൾ തമ്മിലുള്ള അകലത്തിനും കണികളുടെ ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുക? അപ്പോൾ ഖരവസ്തുവിനെ ചൂടാക്കാണ് അല്ലേ. ഖരവസ്തുവിനെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കണികൾ തമ്മിലുള്ള അകലത്തിന് എന്ത് സംഭവിക്കും? അകലം കൂടും അല്ലേ, അകലം കൂടും. അതുപോലെ തന്നെ കണികളുടെ ഊർജ്ജം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നതും കൂടും. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജ്ജം വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിൻ്റെ കണികാ ക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ്രാവകത്തിൻ്റെ അതേ ഒരു കണികാ ക്രമീകരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കണികളുടെ അകലം കൂടുന്നു, അതുപോലെ തന്നെ കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുന്നത്. ഇന്ന് നോക്കി ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഖരത്തിലെ താപം ആഗിരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ്രാവകമായിട്ട് മാറും അല്ലേ. ഇനി ദ്രാവകത്തെ വീണ്ടും താപം ആഗിരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വാതകമായിട്ട് മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. ഇതിൽ താപം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ്രാവകാവസ്ഥയിലായിട്ട് മാറും അല്ലേ. ഐസ് എന്ന് പറയുന്നത് വെള്ളമായിട്ട് മാറും അല്ലേ, വെള്ളമായിട്ട് മാറി. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വാതകാവസ്ഥയിൽ, അതായത് നീരാവിയായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് വാതകമായിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ വാതകത്തെ തണുപ്പിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ വാതകത്തെ തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് താപം പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ്രാവകമായിട്ട് മാറും. വാതകത്തെ തണുപ്പിക്കുകയാണ് അല്ലെങ്കിൽ താപം പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദ്രാവകമായിട്ട് മാറും.
അല്ലേ? അതായത് നമുക്കിവിടെ ഈ ഇപ്പോൾ എന്താണ്, ഇതാണ് വാതകം എന്ന് പറയുന്നത്, ഇത് ദ്രാവകം അല്ലേ. താപം ആഗിരണം ചെയ്യുന്നു പറഞ്ഞാൽ ചൂടാക്കുകയാണ് ചെയ്യുന്നത്, താപം പുറത്തു വിടാന്ന് വെച്ചാൽ അവിടെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി കണികകൾ തമ്മിലുള്ള അകലം കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കാം? ഒരു വാതകത്തെ തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു അല്ലേ. അതായത് നമുക്കറിയാം വാതകാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ടാണ് അല്ലേ, കണികകളൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം ഒരു തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകളുടെ ഊർജ്ജം കുറയും, വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറും. കണികകൾ തമ്മിലുള്ള അകലം കുറയും എന്ന് വെച്ചാൽ എന്താണ്? ദ്രാവകാവസ്ഥയിൽ നമുക്കറിയാലോ അകലം കുറയാണ്, കുറച്ചും കൂടി വാതകത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അകലം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കണികകളുടെ ഊർജ്ജം കുറയും, അങ്ങനെ വാതകം ക്രമേണ ദ്രാവകമായിട്ട് മാറും. ഇനി ദ്രാവകത്തെ വീണ്ടും തണുപ്പിക്കുകയാണെങ്കിലോ താപം പുറത്തുവിടുന്നു, അതായത് തണുപ്പിക്കുക. അപ്പോൾ ദ്രാവകത്തെ വീണ്ടും തണുപ്പിക്കുകയാണെങ്കിൽ ഗരമായിട്ട് മാറും അല്ലേ, ഗരമായിട്ട് മാറും. അപ്പോൾ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഉൽപ്പാദനം? ഉൽപ്പാദനത്തിന് എക്സാമ്പിളാണ് ചോദിക്കാറ്. കർപ്പൂരം, നാഫ്തലിൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ ഇവ നേരിട്ട് വാതകമായിട്ട് മാറും. ഇതിനെയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഖരം ദ്രാവകമാക്കാം, ദ്രാവകം വാതകമാക്കാം എന്നൊക്കെ പറഞ്ഞു. നേരിട്ട് ഖരം വാതകമാക്കുന്ന പ്രക്രിയയെയാണ് ഉൽപ്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കർപ്പൂരം, നാഫ്തലിൻ എന്നിവ. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയാണ്? തണുപ്പിക്കുമ്പോഴാണ് അല്ലേ. ഇങ്ങനൊരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവസ്ഥാ പരിവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥേനെയാണ് എന്ന് പറയുന്നത് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത്? ഏതാണ്? ഹീറ്റ് അല്ലെങ്കിൽ അവിടെ താപത്തെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അവ താപത്തെ ആഗിരണം ചെയ്യുന്നു, താപത്തെ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കെന്ന് പറയാം ഹീറ്റ് ഊർജ്ജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജമാണെന്ന് പറയാം. അപ്പോൾ നോക്കി ഇവിടെ ഖരം ദ്രാവകമാകുന്നുണ്ട്. അപ്പോൾ താപം ആഗിരണം ചെയ്യുമ്പോൾ ഖരം ദ്രാവകമാകും. ദ്രാവകം ഖരമാകണമെന്നുണ്ടെങ്കിൽ താപം പുറത്ത് വിടണം അല്ലേ, അതായത് തണുപ്പിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ദ്രാവകം വാതകമാക്കണമെങ്കിലോ താപം ആഗിരണം ചെയ്യണം, വാതകം ദ്രാവകമാകണമെന്നുണ്ടെങ്കിൽ താപം പുറത്ത് വിടണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഖരത്തെ നേരെ വാതകമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഉൽപ്പാദനം എന്ന് പറഞ്ഞത്. കർപ്പൂരമൊക്കെ ഇതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലേ, പാറ്റുകുളിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാസമാറ്റങ്ങളും ഊർജ്ജമാറ്റവുമാണ്. ഒരു ടൈലിന് മുകളിലായി അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വെച്ച ശേഷം അതിൻ്റെ നടുവിലായി അല്പം ഗ്ലിസറിൻ ഒഴിക്കുക, നിരീക്ഷണം രേഖപ്പെടുത്തും. അതായത് ഒരു ടൈലിന് മുകളിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ നടുവിൽ എന്തൊഴിക്കുകയാണ്? ഗ്ലിസറിൻ ഒഴിക്കുകയാണ് അല്ലേ, ഗ്ലിസറിൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കുമ്പോൾ അവിടെ എന്താണ് മാറ്റം കാണാനായിട്ട് പറ്റാം? ഈ പെട്ടെന്ന് ഈ മിശ്രിതം എന്ന് പറയുന്നത് കത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു പർപ്പിൾ ജ്വാല, ഒരു വെളുത്ത പുകയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു പർപ്പിൾ ഫ്ലെയിം, ഒരു പർപ്പിൾ ജ്വാല ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു വെളുത്ത പുകയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷണം ചെയ്ത കൂട്ടുകാർക്ക് അറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. പെട്ടെന്ന് മിശ്രിതം കത്തും. ഒരു ഗ്ലിസറിൻ ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പർപ്പിൾ ജ്വാല ഉണ്ടാകുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു വെളുത്ത പുക ഉണ്ടാകുന്നതായിട്ടും കാണാനായിട്ട് നമുക്ക് പറ്റും. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം തുടക്കത്തിലെ പോലെ ആണോ? അല്ല അല്ലേ, നമ്മൾ പറഞ്ഞു പർപ്പിൾ കളർ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2 ബീക്കറുകളിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2ഓ 3ഓ തരിയും അടുത്തതിൽ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ 2ഓ 3ഓ തരിയും ചേർക്കുക, വ്യത്യാസം രേഖപ്പെടുത്തുക. എന്ത് നിറം മാറ്റമാണ് അവിടെ നിരീക്ഷിച്ചിട്ടുള്ളത്? അപ്പോൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ആദ്യത്തെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് 2ഓ 3ഓ തരി ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഫ്രഷ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തേൽ നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ, ഗ്ലിസറിൻ ഒഴിച്ചിട്ടുള്ള ഇതിൽ 2ഓ 3ഓ തരി ഇടാനായിട്ട് പറഞ്ഞു ഒരു ബീക്കറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റും 2ഓ 3ഓ തരി ഇടാം, അതിനുശേഷം പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിന് 2ഓ 3ഓ തരിയും ചേർക്കുകയാണെങ്കിൽ അവിടെ എന്ത് നിറമാറ്റമായിരിക്കും നിരീക്ഷിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് പർപ്പിൾ നിറം
നിറമായിട്ട് മാറാണ് ചെയ്യുക. ആദ്യത്തെ എന്താണ് പർപ്പിൾ നിറമായിട്ട് മാറും. രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ നിറമായിട്ട് മാറാണ് ചെയ്യുക. ബ്രൗൺ നിറമായിട്ട് മാറാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രാസമാറ്റമാണ്. അവിടെ എന്തെന്ന് പറഞ്ഞു? രാസമാറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് രാസമാറ്റമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പുതിയ പദാർത്ഥങ്ങളെ എന്ന് പറയാം പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ എന്ന് പറയാം. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു പുതിയൊരു ഉൽപ്പന്നം ഉണ്ടല്ലോ, അതിനെയാണ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയാം. പുതുതായിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയാം ഉൽപ്പന്നങ്ങൾ എന്നും പറയാം. താപരാസ പ്രവർത്തനങ്ങൾ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പോൾ അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നിരീക്ഷിക്കാം? എന്താണ് അവിടെ ചേഞ്ച് ഉണ്ടാവുക? അവിടെ ഒരു വാതകം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ? എന്ത് വാതകമാണ് അവിടെ ഉണ്ടാകാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വാതകമായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം? അപ്പം ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഈ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ഒരു കഷ്ണം മെഗ്നീഷ്യം എടുത്തിട്ടിട്ടുണ്ട് അല്ലേ? ഇതിലേക്ക് നമ്മൾ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് HCl എന്ന് പറയാം അല്ലേ? HCl ഒഴിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഇവിടെ HCl എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം? അഭികാരകമാണെന്ന് പറയും അല്ലേ? അതായത് അഭികാരങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഈ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്താണെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് H2+O2 ആണ് അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടല്ലോ, ഇതിനെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വെള്ളമാണ് ഉണ്ടായതല്ലോ, അതിനെയാണ് എന്ന് പറയുന്നത് ഒരു പുതിയ പദാർത്ഥം ഉണ്ടായില്ലേ? അപ്പോൾ അതിന് പറയാം ഉൽപ്പന്നമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രവർത്തനം എന്താ പറഞ്ഞത്? ഒരു മെഗ്നീഷ്യം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ടെസ്റ്റ് ട്യൂബിൽ വാതക കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വാതക കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്തോ ഒരു വാതകം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ വാതകം എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്ത് വാതകമായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കുക? അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ വാതകം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ വാതകം എങ്ങനെയാണ് നമുക്ക് ഏതാണെന്ന് നമുക്കറിയാനായിട്ട് അവിടെ എന്താണ് ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു കത്തിച്ച തീപ്പെട്ടിക്കോല് ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കൊണ്ടുവന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ വാതകം ടപ്പ് എന്ന് പറയുന്ന ശബ്ദത്തോടെ കത്തും. അപ്പോൾ അങ്ങനെ കത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ, ഒരു ശബ്ദത്തോടെ കത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ നമുക്കവിടെ ഏത് ഗ്യാസാണ് അവിടെ ഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? അപ്പോൾ അല്ലാണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് ഏത് ഗ്യാസാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് കൊണ്ട് ചെല്ലാണ്? ഒരു തീപ്പെട്ടിക്കോലിൽ ഒരു കത്തിച്ച തീപ്പെട്ടിക്കോലും കൊണ്ട് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വലിയ ശബ്ദത്തോട് കൂടിയത് പൊട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ? കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഏത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ മെഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. മെഗ്നീഷ്യം എന്ന് പറയുന്നത് Mg എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ എന്തുണ്ടാകും എന്ന് പറഞ്ഞു? നമ്മെ ഒരു ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഹൈഡ്രജൻ വാതകം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ് അഭികാരകം എന്ന് പറയുന്നത് നോക്കിയൊക്കെ? ഏതായിരിക്കും അഭികാരകം എന്ന് പറയുന്നത്? മെഗ്നീഷ്യവും HCl ആണ് ഇവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉൽപ്പന്നം കിട്ടിയത് എന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ താപവും ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഈ ട്യൂബ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കത്തിയല്ലോ, അവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ചെറിയൊരു ചൂട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് ഹൈഡ്രജനോടൊപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ട്? താപവും പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജനോടൊപ്പം എന്ത് വന്നിട്ടുണ്ട്? താപവും പുറത്ത് വന്നിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഹൈഡ്രജനും ഹൈഡ്രോക്ലോറിക് ആസിഡും മെഗ്നീഷ്യമാണ് എന്ന് പറഞ്ഞു. ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ഹൈഡ്രജൻ ആണ് എന്ന് പറഞ്ഞു.
പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ് ലഭിക്കും അല്ലേ, MgCl2 അല്ലേ, MgCl2 ആയിട്ട് മാറും. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് എന്താണ്, ഉൽപ്പന്നമാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജനോ മഗ്നീഷ്യം ക്ലോറൈഡൊക്കെ എന്താണ് ഇവിടുത്തെ ഉൽപ്പന്നമാണ്. ഇനിയൊരു പ്രവർത്തനം കൂടി ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റ് കക്ക് എടുക്കുക, അതിലേക്ക് അല്പം ജലം ചേർക്കുക, കുറച്ച് സമയത്തിന് ശേഷം കപ്പ് സ്പർശിച്ച് നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കാം. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്റ്റീൽ കപ്പ് എടുക്കുക, ഒരു സ്റ്റീൽ കപ്പിൽ നീറ്റ് കക്ക് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അല്പം കുറച്ച് ജലം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തിന് ശേഷം സ്പർശിച്ച് നോക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ചൂടുണ്ടായിരിക്കും. നമ്മൾ തൊടാണെന്നുണ്ടെങ്കിൽ അവിടെ ചൂടുണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നീറ്റ് കക്ക ജലവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, നീറ്റ് കക്ക ജലവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ചുണ്ണാമ്പ് ഉണ്ടായി അല്ലേ, ചുണ്ണാമ്പ് ഉണ്ടായി. അതുപോലെ തന്നെ പ്ലസ് എന്താണ് അവിടെ താപം ഉണ്ടായി. നമ്മൾ പറഞ്ഞു അല്ലേ, കപ്പിൻ്റെ അടുത്ത് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ചുണ്ണാമ്പാണ് അല്ലേ, ചുണ്ണാമ്പാണ് പ്രൊഡക്റ്റ് ഉണ്ടായത്. അതുപോലെ തന്നെ അവിടെ താപവും ഉണ്ടായിട്ടുണ്ട്. നീറ്റ് കക്ക ജലവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ചുണ്ണാമ്പും താപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ താപം പുറത്ത് വിടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, താപം പുറത്ത് വിടാണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പ്രവർത്തനത്തിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്ന് പറയാം, ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്ത് വിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. എന്താണ്, ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെയാണ് താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രവർത്തനം കൂടി ചെയ്ത് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബ് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇത് ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടാക്കുക. ഇതിനെ വായുഭാഗത്തേക്ക് ഒരു ചന്ദനത്തിരി കൊണ്ടുവന്നിട്ട് കത്തിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചന്ദനത്തിരി ചെന്നിട്ട് കാണിക്കുകയാണ്. അപ്പോൾ കാണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഇവിടെ കണ്ട ഫ്ലെയിം ഉണ്ടാകുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു, ചന്ദനത്തിരി കത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കത്താനായിട്ട് സഹായിക്കുന്ന വാതകം ഏതാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്നറിയോ, ഓക്സിജൻ ആണ് അല്ലേ, ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. ഒരു ചന്ദനത്തിരി അതിൻ്റെ വായുഭാഗത്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി. കത്താൻ സഹായിക്കുന്ന വാതകത്തിനെയാണെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചിട്ട് ഓക്സിജൻ വാതകം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിപ്പിച്ചിട്ട് അവിടെ ഓക്സിജൻ വാതകം ഉണ്ടായി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിപ്പിക്കുവാൻ ഏത് ഊർജ്ജമാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, ഏത് ഊർജ്ജമായിരിക്കും, താപോർജ്ജമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഈ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്നം ഓക്സിജൻ ആണെന്നും വ്യക്തമായല്ലോ അല്ലേ, ഒരു ഓക്സിജൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വേറൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ അടിഭാഗം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഒരു വാച്ച് ഗ്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. ഈ വാച്ച് ഗ്ലാസ്സിൻ്റെ അടിഭാഗം വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചേർത്തിട്ട് ഇത് ഇളക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെടും. എന്താണ് അനുഭവപ്പെടുന്നത്, തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വാച്ച് ഗ്ലാസ്സിൻ്റെ അടിഭാഗം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് അനുഭവപ്പെടും. ഇവിടെ താപോർജ്ജം പുറത്ത് വിടുകയാണ്, ആഗിരണം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ ചൂട് ആഗിരണം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നു എങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെയാണ് താപാഗിരണ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ താപമോചക പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞു, ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് താപം പുറത്ത് വിടുകയാണ് ചെയ്യുന്നെങ്കിൽ, താപം പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ന് പറയാം താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. താപം ആഗിരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താപാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. താപമോചക പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു, 2 എക്സാമ്പിൾ പറഞ്ഞല്ലോ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനത്തിൽ അവിടെ ചൂടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നതാണ് താപമോചക പ്രവർത്തനമാണ്, താപം പുറത്തുവിടുന്ന പ്രവർത്തനമാണ്. ഇനി താപാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനമൊക്കെ എന്തായിരുന്നു, താപാഗിരണ പ്രവർത്തനമായിരുന്നു.
അപ്പോൾ താപോർജ്ജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളെയാണ് പൊതുവായിട്ട് താപരാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. താപരാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? താപോർജ്ജം പുറത്തുവിടുകയോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പൊതുവായിട്ട് താപരാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രകാശ രാസപ്രവർത്തനങ്ങളാണ്. ഇതിന് കൂടുതലായിട്ട് എക്സാമ്പിൾ വേണോ? താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, ചുണ്ണാമ്പിലേ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നീറ്റുകക്കിയും വെള്ളം കൂടി തമ്മിലുള്ള റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് താപമോചക പ്രവർത്തനമാണ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്, സൾഫ്യൂരിക് ആസിഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഇനി താപാകിരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും തമ്മിലുള്ള പ്രവർത്തനം താപാകിരണ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ അമോണിയം നൈട്രേറ്റ് വാട്ടറിൽ അലിയുന്നത്, ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? താപാകിരണ പ്രവർത്തനമാണ്. ഇനി പ്രകാശ രാസപ്രവർത്തനങ്ങൾ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. അതായത് ഒരു വാച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുകയാണ് അല്ലേ, സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുകയാണ്. അതിലേക്ക് എന്താണ് ചേർക്കുന്നത്? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പാണ് അല്ലേ, ഉപ്പ് ചേർക്കുകയാണ്. അങ്ങനെ ഉപ്പ് ചേർത്തു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഒരു 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വെക്കുക. അതായത് നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ, അതായത് സിൽവർ നൈട്രേറ്റ് ലായനിയും സോഡിയം ക്ലോറൈഡും ചേർന്നപ്പോൾ ഒരു ലായനി ഒരു ഉൽപ്പന്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ ഉൽപ്പന്നം എന്ന് പറയുന്നത് 2 പാത്രത്തിൽ വെക്കുകയാണ്. എന്നിട്ട് ഒരു പാത്രത്തിൽ നോക്കി കറുത്ത ഒരു കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ തുറന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അവിടെ കാണാനായിട്ട് പറ്റുക? നോക്കി കറുത്ത ഒരു കടലാസ് ഷീറ്റോട് മൂടിയിട്ടില്ലേ, ആ ഒരു പാത്രത്തിൽ ആ പഞ്ഞീര കളർ എന്ന് പറയുന്നത് എന്താണ്? വെള്ള കളറാണ് അല്ലേ. വെള്ള കളർ തന്നെയാണ്, അതായത് വെള്ള കളർ തന്നെയായിരുന്നു ആദ്യത്തെ ആ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കടലാസ് ഒന്ന് പൊതിഞ്ഞപ്പോഴും അതെന്താണ്? വെള്ള കളർ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. എന്നാൽ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ആ പഞ്ഞീര കളർ എന്തായി? കളറ് ബ്രൗൺ കളറായി അല്ലേ, ബ്രൗൺ കളറായി. അപ്പോൾ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുക? പ്രകാശം എന്ന് പറയുന്നത്, സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഏൽക്കാതെ, സൂര്യപ്രകാശം വരാത്ത, അതായത് ഇപ്പോൾ ഒരു കറുത്ത മൂടിക്കൊണ്ട് മറച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യപ്രകാശം നേരിട്ട് വരുന്നില്ല അല്ലേ, വരുന്നില്ല അവിടെ. അത് കാരണം അത് കറക്റ്റ് ആ കളറിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ നോക്കി ഇവിടെ നമുക്ക് സൂര്യപ്രകാശം വരുന്നത് അല്ലേ, തുറന്ന് വെച്ച പാത്രമാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വരുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ പഞ്ഞിയുടെ കളർ മാറിയിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഏത് ഊർജ്ജരൂപമാണ് നിറം മാറ്റത്തിന് കാരണം? ഏതാണെന്ന് പറഞ്ഞു? പ്രകാശോർജ്ജമാണ് അല്ലേ, ലൈറ്റ് എനർജിയാണ് ഇതിന് കാരണം. ഇവിടെ അഭികാരകങ്ങളായ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. എന്താ പറയുന്നത്? അവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡുമാണ്. അത് രണ്ടും കൂടിയിട്ടുള്ള മിശ്രിതമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിൽവർ നൈട്രേറ്റ് അല്ലേ, സിൽവർ നൈട്രേറ്റ് AgNO3, പിന്നെ എന്താണ് എന്തൊക്കെയാണ്? പിന്നെ സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയം ക്ലോറൈഡും കൂടി പ്രവർത്തിച്ചിട്ട് എന്താണ് ഉണ്ടാകുന്നത്? സിൽവർ ക്ലോറൈഡാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡുമാണ് അല്ലേ അഭികാരകങ്ങൾ എന്ന് വെച്ചാൽ. നമ്മൾ എന്താണെന്ന് പറഞ്ഞു? അതായത് നമ്മൾ ഉൽപ്പന്നം ഉണ്ടാകുന്നതിനായിട്ട് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ എടുക്കുന്ന ആ 2 എന്താ പറയുക എടുത്ത പദാർത്ഥങ്ങൾ അല്ലേ, അതിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞു? സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഈ സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത്, അതായത് പ്രകാശം വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രകാശം വരുമ്പോൾ ഈ സിൽവർ ക്ലോറൈഡ് എന്ത് സംഭവിക്കും? സിൽവറായിട്ട് മാറും അല്ലേ, വിഘടിച്ചിട്ട് സിൽവറും ക്ലോറിനായിട്ട് മാറും. അപ്പോൾ ഇതിൽ സിൽവർ ഉണ്ടല്ലോ, ഈ സിൽവറാണ്. അപ്പോൾ ഈ പ്രകാശം ആഗിരണം ചെയ്ത ഈ സിൽവറിനെയാണ് എന്ത് പറയുന്നത്? ഈ കറുത്ത പഞ്ഞി, തുറന്ന വെച്ച പഞ്ഞി ഉണ്ടല്ലോ, അത് കറുത്ത് പോകാനായിട്ട് കാരണം, അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ട് പോകാനുള്ള കാരണമെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സംഭവിച്ചത്? സിൽവർ എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ സിൽവർ ക്ലോറൈഡ് വിഘടിച്ചിട്ട്, പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ചിട്ട് സിൽവറും ക്ലോറിനായിട്ട് മാറുന്നുണ്ട്. ഇതിൽ ഈ സിൽവറാണ്, വിഘടിച്ച് സിൽവറാണ് ഇതിന് കാരണം അല്ലേ.
പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോകാനായിട്ട് കാരണം. ഇനി പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഏതാണ് അവിടെ നടക്കുന്നത്? പ്രകാശോർജ്ജം വരുന്നുണ്ട് അല്ലേ സൂര്യപ്രകാശത്തിൽ നിന്ന്. നമ്മളെല്ലാം 5ാം ക്ലാസ് മുതലുള്ള ചാപ്റ്റേഴ്സിൽ തന്നെ പറഞ്ഞു വന്ന് പോകുന്നതാണ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 4.2 എന്ന് പറയുന്നത് നമുക്ക് ഈ കാണിച്ചിട്ടുള്ള പിക്ചർ ഉണ്ടല്ലോ, അത് ഏത് തരം പ്രവർത്തനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് തരം പ്രവർത്തനമായിരിക്കും? ഇവിടെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രകാശം ഈ ചെടി ആഗിരണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? പ്രകാശ രാസപ്രവർത്തനമാണ് അല്ലേ. പ്രകാശ രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം. എന്താണ്? പ്രകാശ രാസപ്രവർത്തനമാണ്. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്താണ്? അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിയേ. ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടിയിട്ടില്ലേ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസും ഓക്സിജനായിട്ട് മാറും അല്ലേ. ഗ്ലൂക്കോസും ഓക്സിജനായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണല്ലോ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഇവിടുത്തെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് അല്ലേ. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസാണ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട്? പിന്നെ അന്നജമായിട്ട് മാറുന്നുണ്ട്. ഈ അന്നജമാണ് ഈ ചെടികളിൽ ശേഖരിക്കപ്പെടുന്നത് അല്ലേ, സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? പ്രകാശോർജ്ജമാണ് അല്ലേ. പ്രകാശോർജ്ജമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? പ്രകാശോർജ്ജം എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? രാസോർജ്ജമായി മാറാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ എന്താണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. നാം ഇപ്പോൾ പരിചയപ്പെട്ട 2 പ്രവർത്തനങ്ങളിലും പ്രകാശോർജ്ജമാണ് ആഗിരണം ചെയ്യുന്നത്. പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങൾ പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? മിന്നാമിനിങ് മിന്നുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ. അവിടെ നമുക്ക് പ്രകാശം പുറത്തേക്ക് വരാണ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് മിന്നാമിനിങ് പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ടായിരിക്കുക? എന്തുകൊണ്ടായിരിക്കും മിന്നാമിനിങ്ങിൽ പ്രകാശം വരുന്നതെന്നാണ് പറയുന്നത്. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു എന്നാണ് പറയുന്നത്. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? ലൂസിഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന് പറയുന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നു. അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്തിട്ട് എന്ത് പുറത്തുവിടുന്നു? ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസത്തെ ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലൂമിനിസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലൂമിനിസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനിങ്ങിന് കഴിയും. ഓക്സിജന്റെ അളവ് വ്യത്യാസപ്പെടുത്തിയിട്ട് തീവ്രത കൂട്ടാനും കുറയ്ക്കാനായിട്ടും പറ്റും. ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. മിന്നാമിനിങ്ങൾ മാത്രമല്ല, ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ജൈവദീപ്തി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ പ്രകാശോർജ്ജം പുറത്ത് വിടുകയാണ് ചെയ്തത് അല്ലേ. പ്രകാശം പുറത്ത് വിടുകയാണ് ചെയ്തത്. അപ്പം മിന്നാമിനിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൂസിഫറിൻ എന്ന് പറയുന്ന രാസവസ്തു അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഈ ലൂസിഫറിൻ എന്ന് പറയുന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്തിട്ട് ദൃശ്യപ്രകാശം പുറത്ത് വിടാണ്. അതാണ് നമുക്ക് പ്രകാശമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രകാശത്തിന് തീവ്രത കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും അല്ലേ. കൂട്ടാനും കുറയ്ക്കാനായിട്ട് പറ്റുന്നത് ഈ ഓക്സിജൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അല്ലേ. ഓക്സിജൻ എത്രയോ വലിച്ചെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് പ്രകാശത്തിൻ്റെ തീവ്രത കൂടുന്നതും കുറയുന്നതും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രകാശത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ. ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നു. കാരണം എന്തായിരിക്കും? മരുന്നുകളൊക്കെ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കാൻ കാരണം?
എന്തായിരിക്കും നമ്മൾ ഈ ഒരു കേസ് തന്നെയാണ് ഏകദേശം സെയിം ആയിട്ട് പറഞ്ഞൊരു പ്രവർത്തനം. ഏതായിരുന്നു? ഈ പഞ്ഞിയുടെ ഒരു കേസ് പറഞ്ഞല്ലോ അല്ലേ, സൂര്യപ്രകാശം നേരിട്ട് അടിക്കുകയാണെങ്കിൽ കളർ മാറും എന്ന് പറഞ്ഞല്ലോ. അതേ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത്തരം മരുന്നുകളിൽ ഈ നമ്മുടെ ഈ ബ്രൗൺ കളറിൽ വെച്ചിട്ടുള്ള ഈ മരുന്നുകളുണ്ടല്ലോ, ഈ മരുന്നുകളിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യം വരാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകളിൽ ചില പദാർത്ഥങ്ങളൊക്കെ വിഘടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഞ്ഞിയുടെ കേസിൽ സിൽവർ എന്ന് പറയുന്നത് വിഘടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിൽ ചില മരുന്നുകളിലെ പദാർത്ഥങ്ങൾ വിഘടിക്കും. അങ്ങനെ വിഘടിക്കാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ ഈ വിഘടിക്കാനായിട്ട് പാടില്ലാത്ത പദാർത്ഥങ്ങൾ അതിലുണ്ടായിരിക്കും. അങ്ങനെ വിഘടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളർ ചേഞ്ച്, അതായത് ഈ മരുന്നുകളൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അത് കാരണമാണ് ഈ മരുന്നുകളൊക്കെ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ഈ മരുന്നിൻ്റെ ഘടനയിൽ തന്നെ വ്യത്യാസം വരാണ്. അതിനാലാണ് ഈ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. ഇത് സൂര്യപ്രകാശം എന്ന് പറയുന്നത് തീരെ അങ്ങോട്ടേക്ക് വരരുത് അല്ലേ. ചില മരുന്നുകളിൽ ആ സൂര്യപ്രകാശം വരാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകളൊക്കെ വിഘടിക്കുന്നതിന്, അതിൽ ചില പദാർത്ഥങ്ങളൊക്കെ വിഘടിക്കുന്നതിന് കാരണമാകും. അങ്ങനെ വിഘടിച്ച് അതിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല എന്തുകൊണ്ട്? സുതാര്യം എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്പ്ലാന്റ് നമ്മൾ പറയില്ലേ, എന്താണ് ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ എന്നൊക്കെ പറയില്ലേ. അതായത് നമുക്ക് ഇപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കുപ്പികളുണ്ടായിരിക്കുമല്ലോ. ഈ കുപ്പികളിലൊന്നും മരുന്നുകൾ സൂക്ഷിക്കുന്നില്ല. അത് ചില മരുന്നുകളല്ലേ. അതിന് കാരണം ഇത് തന്നെയാണ്. സൂര്യപ്രകാശം ആഗിരണം ചെയ്യുമ്പോൾ സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ അല്ലേ. സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കും. അപ്പോൾ വിഘടിച്ചാൽ അവിടുത്തെ ആ കെമിക്കൽ ഫോർമുലയിൽ തന്നെ മാറ്റം വരാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനാലാണ് സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാത്തത്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രവർത്തനം എന്താണ്? വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് ചിത്രം 4 നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുവാണോ? ആണോ? ഇതിനെയാണ് പറയുന്നത് ഡ്രൈ സെല്ല് എന്ന് പറയുന്നത്. എന്താണ് ഡ്രൈ സെല്ല് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? ബാറ്ററിയാണ് അല്ലേ. അപ്പോൾ ഇത് ബാറ്ററിയാണ്. ഈ ബാറ്ററീനെ നമുക്ക് എന്തെന്ന് പറയാം? ഡ്രൈ സെല്ല് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബാറ്ററീനെ നമുക്ക് എന്തെന്ന് പറയാം? ഡ്രൈ സെല്ല് എന്ന് പറയാം. ഇതിൻ്റെ ഉപയോഗം എന്താണ്? എന്തിനാണ് ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. നോക്കി ഇവിടെ ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താണ്? ഫസ്റ്റ് നമുക്കൊരു പുറം ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട് അല്ലേ. ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. അതിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും അല്ലേ. പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും. പോസിറ്റീവ് ടെർമിനൽ ഉണ്ടായിരിക്കും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും. ഈ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് സിങ്ക് പാത്രമാണ്. നെഗറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? സിങ്ക് പാത്രമാണ്. നോക്കി ഈ സിങ്ക് പാത്രമാണ് ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാർബൺ ദണ്ട് പോസിറ്റീവ് ടെർമിനലിനോടായിട്ട് ബന്ധിപ്പിച്ചിട്ട് കാർബൺ ദണ്ട് ഉണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു എന്താ പറയുക മാംഗനീസ് ഈ ഒരു പൊടിയാണ്, കാർബൺ പൊടി പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ടായിരിക്കും. മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കാർബൺ പൊടി ഉണ്ടായിരിക്കും അതിനുള്ളിൽ. അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് ഇൻസുലേഷന് താഴെയായിട്ടുണ്ടായിരിക്കും. ഒരു ഡ്രൈസിൽ ഒരു ബാറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്നത് കാർബൺ ദണ്ടുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സിങ്ക് ആണ് അവിടുത്തെ. അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്താണ്? മാംഗനീസ് ഡയോക്സൈഡും കാർബൺ പൊടിയും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? അമോണിയം ക്ലോറൈഡിൻ്റെ പേസ്റ്റ് എന്ന് പറയുന്നത് ഈ പുറം ഭാഗത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറഭാഗത്താണ് ഇൻസുലേഷൻ ഉണ്ടായിരിക്കാം. ഡ്രൈ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തന ഫലമായാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഡ്രൈ സെല്ലിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, രാസപ്രവർത്തനങ്ങൾ. അതെന്താണ് രാസപ്രവർത്തനം? ഡ്രൈ സെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ചോദിക്കാറുണ്ട്. ഡ്രൈ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഡ്രൈ സെല്ലിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി നോക്കിയൊക്കെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബീക്കർ എടുത്തു, അതിലേക്ക് ഗാഢ ഉപ്പുലായി സോഡിയം ക്ലോറൈഡ് കുറച്ചധികം ഉപ്പ് ഇട്ടിട്ട് നിറയെ ഒരു വെള്ളം കലക്കി വെച്ചേക്കാണ്. ഓക്കെ, അതിൽ 3-4 തുള്ളി ഫിനോഫ്തലീൻ ചേർക്കാം. ഫിനോഫ്തലീൻ ഒരു 3-4 തുള്ളി ചേർക്കുക. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളിലുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാണ്? 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സിലാണോ പറഞ്ഞത്?
9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ, ധാരാവൈദ്യുതി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ബേസിക് മുതൽ അത്രയും ഡീപ്പായിട്ട് വരെയുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് പറയുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സുകൾ കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്കിതിലൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞു പോകുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, ബാറ്ററി എന്ന് പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാമെന്നല്ലേ ഇതിൽ പറയുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് സെല്ല്, അതായത് ബാറ്ററി എന്ന് പറയുന്നത്. ഒരു സെല്ല് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഉണ്ടായിരിക്കുള്ളൂ, ബാറ്ററി എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു ചെമ്പുതണ്ട് ആയിട്ട് ഘടിപ്പിച്ചിട്ട് അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഇതുപോലെ തന്നെ ചെമ്പുതണ്ട് തന്നെയല്ലേ, അല്ലേ ചെമ്പ് കമ്പിയല്ലേ. ഈ ചെമ്പ് കമ്പി എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നിരീക്ഷിക്കാനായിട്ട് പറ്റുന്നത്, ഇവിടുത്തെ കളർ എന്തായിട്ട് മാറി, പിങ്ക് കളറായിട്ട് മാറില്ലേ, പിങ്ക് കളറായിട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പിങ്ക് നിറം ഉണ്ടായിട്ടുണ്ടായിരിക്കുക, എന്തുകൊണ്ടായിരിക്കും, ഈ സോഡിയം ക്ലോറൈഡ് ലായനി വിഘടനം സംഭവിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് കൂടി ഉൽപ്പന്നമായി ഉണ്ടാകുന്നു. അതായത് നമ്മൾ പറഞ്ഞു സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ലായനിയാണ്, അത് ഉപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിക്കുകയാണ്, ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനോഫ്തലിനാണ് ഒഴിക്കുകയാണ് അല്ലേ. ഫിനോഫ്തലിൻ ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ലായനി ഉണ്ടാകുകയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് കൂടി ഉൽപ്പന്നമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം നൽകിയത്. പ്രവർത്തനം നടക്കാൻ സഹായിച്ച ഊർജ്ജരൂപം ഏതാണ് വൈദ്യുതോർജ്ജമാണ് അല്ലേ, വൈദ്യുതോർജ്ജമാണ്. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് രാസപ്രവർത്തനം നടന്നത്. അല്ലേ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്, ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന ആ രാസപ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. അതായത് ജലത്തിനെ വിഘടിക്കാനായിട്ട് പറ്റൂല്ലേ, ജലത്തിനെ വിഘടിച്ചിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാ പറയുന്നത്, ഒരു ആസിഡ് കടത്തിവിടാണെന്നുണ്ടെങ്കിൽ, ഒരു ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ജലം എന്ന് പറയുന്നത് വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും അല്ലേ. H2O എന്ന് പറയുന്നതാണ് നമ്മുടെ ജലത്തിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് H2O എന്നുള്ളതെന്ന് പറയുമ്പോൾ H2+O2 ആയിട്ട് മാറും അല്ലേ. ഈ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ജലം വിഘടിക്കുന്നത് അല്ലേ, വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ജലം വിഘടിച്ചത്. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ് എന്ന് പറയാം. വൈദ്യുതി ആഗിരണം ചെയ്ത് ജലം വിഘടിച്ച കാരണം ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഒരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണെന്ന് പറയാം. ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമായിരിക്കും. ഇവ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശിയാൽ എന്താണ് സംഭവിക്കുക, നമുക്കിവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കി ഒരു ബീക്കർ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബീക്കറിൽ ഒരു കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് ചെമ്പ് തകിടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ടെർമിനലായിട്ടോ ഇരുമ്പ് വളയുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബീക്കറിൽ ഏത് ലായനിയാണ് എടുത്തിട്ടുള്ളത്, കോപ്പർ സൾഫേറ്റ് ലായനിയാണ് അല്ലേ. കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചെമ്പ് തകിട് ബാറ്ററിയുടെ ഏത് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, നോക്കി ചെമ്പ് തകിട് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ, പോസിറ്റീവായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. വള എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നെഗറ്റീവായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. വള എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിൻ്റെ ചുവപ്പ് നിറം വരുന്നതായി കണ്ടല്ലോ. അതായത് ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ചെമ്പിന് ചുവപ്പ് കളറാണ് അല്ലേ. അപ്പോൾ ഈ വളയുടെ മുകളിൽ, ഇരുമ്പ് വളയുടെ മുകളിൽ നോക്കി ഒരു ചുവപ്പ് കളർ വരുന്നത് കാണുന്നില്ലേ. ഈ ചുവപ്പ് കളർ വരുന്നത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ്. അതിന് ചെമ്പിന് പകരം നമ്മൾ വെള്ളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ, വെള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ വെള്ളി കളറായിരിക്കും. ഈ ഇരുമ്പ് വളയമ വര വെള്ളി കളറായിരിക്കും.
ചെമ്പിന് പകരം വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ഏത് ലോഹത്തകിടാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്? പൂശേണ്ട ലോഹത്തിന് തകിടാണ് ഇവിടെ പോസിറ്റീവ് ടെർമിനലായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഏതാണ് പൂശേണ്ട ലോഹം? അതിന് തകിടിന് പൂശേണ്ട ലോഹത്തിന് തകിടാണ്. അതായത് ഇപ്പോൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ സിൽവർ തകിടാണ് ഇവിടെ പോസിറ്റീവായിട്ട് ബന്ധിപ്പിക്കുന്നത്. ചെമ്പ് തകിടിന് പകരമാണ് സിൽവർ തകിടാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? പൂശേണ്ട ലോഹത്തിൻ്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായി ബന്ധിപ്പിക്കേണ്ടത്. അതേ ലോഹത്തിൻ്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. അതേ ലോഹത്തിൻ്റെ തന്നെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനി ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് വെള്ളത്തകിട് ഘടിപ്പിക്കും. നമ്മൾ പറഞ്ഞു പോസിറ്റീവിനോടാണ് വെള്ളിത്തകിട് ഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളുടെ മിശ്രിതമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞു ഏതാണ് പൂശേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു ലായനിയാണ് അവിടെ എടുക്കേണ്ടതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനികളാണ് മിശ്രിതമായിട്ട് ലായനിയായിട്ട് ഉപയോഗിക്കേണ്ടത്. സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിലോ സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് ബന്ധിപ്പിക്കും അല്ലേ? സ്വർണ്ണത്തകിടാണെങ്കിൽ സ്വർണ്ണത്തകിട് പോസിറ്റീവാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ബന്ധിപ്പിക്കും. അല്ലെങ്കിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ വെള്ളി ഉപയോഗിക്കും. ചെമ്പാണ് പൂശണമെങ്കിൽ ചെമ്പി. അതൊക്കെ എന്താണ് ഏതാണ് പൂശേണ്ടത് അതാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു ലായനിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലോ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇങ്ങനെ വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളുടെ മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഇനി ചെറുനാരങ്ങ കൊണ്ട് ഒരു ബാറ്ററി നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുനാരങ്ങകളിൽ സിങ്ക് കോപ്പർ ആണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. എന്തൊട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയേ. ചെറുനാരങ്ങ ഉണ്ടല്ലേ? ഈ ചെറുനാരങ്ങ എന്താണ് ചെയ്തിരിക്കുന്നത്? ചെറുനാരങ്ങളിൽ സിങ്ക് കോപ്പർ ആണികൾ ക്രമീകരിച്ചിട്ടുണ്ട്. സിങ്ക് ആണിയുണ്ട്, കോപ്പർ ആണിയുണ്ട്. ഇത് ക്രമീകരിച്ചിട്ട് ഇവയെ ചെമ്പ് കമ്പികളുമായിട്ട് ഒരു LED ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ചെമ്പ് കമ്പികൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ LED പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. LED ഇവിടെ പ്രകാശിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ LED പ്രകാശിക്കുന്ന ഏത് ഊർജ്ജം ഉപയോഗിച്ചിട്ടായിരിക്കും? വൈദ്യുതോർജ്ജമായിരിക്കും അല്ലേ? വൈദ്യുതോർജ്ജമായിട്ടായിരിക്കും. അതായത് ചെറുനാരങ്ങ ഒരു LED ബന്ധിപ്പിച്ചപ്പോൾ നോക്കി ഇത് കത്തിയത് കണ്ടോ? അല്ലേ? കണ്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് അവിടെ എന്താണ്? വൈദ്യുതോർജ്ജമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ വൈദ്യുതോർജ്ജത്തിൻ്റെ സ്രോതസ്സ് ഏതാണ്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ചെറുനാരങ്ങയിൽ ആസിഡ് ഉണ്ടല്ലോ, ഉണ്ടാവും അല്ലേ? ചെറുനാരങ്ങയിൽ ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് അല്ലേ ചെറുനാരങ്ങയിൽ? അല്ലേ? തോന്നുന്നു സിട്രിക് ആസിഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറുനാരങ്ങയിലെ ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്, ഈ ആസിഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി ചെമ്പ് കമ്പിയുമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഇവയെ ചെമ്പ് കമ്പിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആസിഡും ഇവിടുത്തെ ലോഹം എന്ന് പറയുന്നത് എന്താണ്? ചെമ്പ് കമ്പിയാണ്. അപ്പോൾ ഇവിടുത്തെ ലോഹവുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? വൈദ്യുതി ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറുനാരങ്ങയിലെ ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ ആഗിരണം ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഊർജ്ജ രൂപവുമായി ബന്ധപ്പെട്ടാണ് ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത്. അപ്പോൾ ഏത് ഊർജ്ജമാണോ പുറത്ത് വിടുന്നത് അല്ലെങ്കിൽ ഏത് ഊർജ്ജമാണോ ആഗിരണം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു പേരാണ് അവിടെ എടുക്കുന്നത് അല്ലേ? നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതിലൊക്കെ പ്രകാശം ആഗിരണം ചെയ്തു, പ്രകാശം പുറത്ത് വിട്ടപ്പോൾ എന്ന് പറഞ്ഞു പ്രകാശ രാസപ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഇനി വൈദ്യുതി ആണെങ്കിൽ വൈദ്യുത രാസപ്രവർത്തനമാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ആദ്യം തന്നെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പേരുമായിട്ട് താപത്തിന് പറഞ്ഞു അല്ലേ? താപ മോചക പ്രവർത്തനം അല്ലേ? നമ്മൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ താപരാസ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ആ പേരിൽ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ
ഇവിടെ എന്താണ് രാസപ്രവർത്തനവും പ്രധാന ഊർജ്ജ മാറ്റവും തന്നിട്ടുണ്ട്. പദാർത്ഥങ്ങളുടെ ജ്വലനം, പദാർത്ഥങ്ങൾ ജ്വലിക്കുകയാണ്, അതായത് കത്താണ് അല്ലേ, കത്താണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത്, താപം പുറത്ത് വിടാണ് ചെയ്യുന്നത് അല്ലേ, താപം പുറത്ത് വിടുന്നു. ഇനി പദാർത്ഥങ്ങളുടെ ചൂടേറ്റിട്ടുള്ള വിഘടനമാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ചൂടേൽക്കാണ് ചെയ്യുന്നത്, ചൂടേൽക്കുന്ന പറയുമ്പോൾ താപം ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, താപം ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ജൈവദീപ്തി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് ബയോലൂമിനിസെൻസ്, എന്തിലാണ് പറഞ്ഞത്, മിന്നാമിനിങ്ങിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു. അതെന്ന് പറയുമ്പോൾ പ്രകാശം പുറത്ത് വിടാണ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ലുണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ വൈദ്യുതോർജ്ജമാണ് ഉണ്ടായത് അല്ലേ, അതായത് വൈദ്യുതി പുറത്ത് വിടാണ് ചെയ്തത്, വൈദ്യുതി പുറത്ത് വിടുന്നു. ഇനി സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം എങ്ങനെയായിരുന്നു, വിഘടിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, വൈദ്യുതി ആഗിരണം ചെയ്യാണ് ചെയ്തത്, വൈദ്യുതി ആഗിരണം ചെയ്യണം. ദ്രവ്യരൂപങ്ങളെക്കുറിച്ചും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ. ഇവയിൽ മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്നവയും അല്ലാത്തവയുമുണ്ട്. ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ഖരം ദ്രാവകമാകുമ്പോൾ എന്ന് സംഭവിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. അതായത് ഇതാണ് ഖരം എന്ന് പറയുന്നത്. നോക്കി ഖരമാണെങ്കിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലേ, അടുത്തടുത്താണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തമ്മിൽ ആകർഷണം ഉണ്ടോ, നല്ല ആകർഷണം സംഭവിക്കുന്നുണ്ട് അല്ലേ, ഇല്ലേ. ഇനി നമ്മൾ ഇതിനെ ദ്രാവകമാക്കുകയാണ്. അപ്പോൾ ദ്രാവകമാക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും അകലമുണ്ടായിരിക്കും പദാർത്ഥങ്ങൾക്ക്. അപ്പോൾ ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണികകൾക്ക് എന്ത് സംഭവിച്ചു, കണികകളുടെ ക്രമീകരണം എങ്ങനെയാണ്, കുറച്ചും കൂടി അകലെയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ആകർഷണം കുറച്ചും കൂടി കുറഞ്ഞല്ലേ, ഖരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ്, ദ്രാവകം വാതകമാകുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് നന്നായിട്ട് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, കണികകളുടെ ഇത് തമ്മിലുള്ള എന്താ പറയുക, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് കുറയാണ് ചെയ്യുന്നത് അല്ലേ, നന്നായി, അതായത് അവർക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്, വാതകം ദ്രാവകമാകുമ്പോഴോ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അതായത് വാതകം ദ്രാവകമാകുമ്പോൾ വാതകത്തിലാണെന്നുണ്ടെങ്കിൽ കണികകളൊക്കെ നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ചലനശേഷി ഉണ്ടായിരുന്നു. പക്ഷേ ദ്രാവകമായപ്പോൾ അവിടെ ഒന്ന് കുറഞ്ഞു. അതുപോലെ തന്നെ കണികകൾ കുറച്ചും കൂടി തമ്മിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. അത് വാതകമാണെങ്കിൽ നന്നായി ഡിസ്റ്റൻസ് കൂടി. ഇനി തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന ക്ലിയർ ആയില്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാം, ഖരം ദ്രാവകമാകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അതായത് ഈ കണികളുടെ ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുക. ദ്രാവകമാകുമ്പോഴോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കണികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുക അല്ലേ. ലിക്വിഡ് ദ്രാവകമാകുകയാണെന്നുണ്ടെങ്കിൽ കൂടാണ് ചെയ്യുക. വാതകം ദ്രാവകമാകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത് അല്ലേ, കണികൾ തമ്മിലുള്ള അകലം കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന പ്രധാന ഊർജ്ജ രൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുകയാണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയപ്പോൾ അവിടെ എന്താണ് ഹീറ്റ് എനർജിയാണ് അല്ലേ, താപോർജ്ജമാണ് അല്ലേ, താപോർജ്ജം ആഗിരണം ചെയ്യാണ് ചെയ്തത് അല്ലേ, താപം ആഗിരണം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്കെന്ന് പറയാം താപോർജ്ജമാണ് അവിടെ ആഗിരണം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് താപോർജ്ജം ആഗിരണം ചെയ്തു കേട്ടോ, താപോർജ്ജം എന്ന് സംഭവിച്ചു, ആഗിരണം ചെയ്യാണ് ചെയ്തത്. ഇനി ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശിയപ്പോഴോ അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഇലക്ട്രിസിറ്റി ആണ് അല്ലേ, അതായത് വൈദ്യുതിയാണ് അബ്സോർബ് ചെയ്തത് അല്ലേ, വൈദ്യുതിനെ ആഗിരണം ചെയ്യാണ് ചെയ്തത് അല്ലേ, വൈദ്യുതി എന്ന് പറയുന്നത് ആഗിരണം ചെയ്തു. ഓക്കെ, വൈദ്യുതി ആഗിരണം ചെയ്തു. ഇനി മിന്നാമിനിങ്ങിൽ എന്താ സംഭവിച്ചത്, പ്രകാശവും പുറത്തുവിടുന്നു അല്ലേ, പ്രകാശത്തെ പുറത്തുവിടുന്നു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രകാശത്തെ പുറത്തുവിടുന്നു. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചപ്പോഴോ, എന്ന് സംഭവിച്ചു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിപ്പിച്ചപ്പോൾ അവിടെയും എന്താണ് ഹീറ്റ് അല്ലേ, ഹീറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഹീറ്റിനെ ആഗിരണം ചെയ്യാണ് ചെയ്തത് അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചപ്പോൾ താപോർജ്ജം ആഗിരണം ചെയ്യാണ് ചെയ്തത്. താപോർജ്ജം എന്ന് പറയുന്നത് എന്താണ്, ആഗിരണം ചെയ്യാണ് ചെയ്തത്, ആഗിരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, വൈദ്യുതി ഉണ്ടായി അല്ലേ, വൈദ്യുതി പ്രൊഡ്യൂസ്
ആയി, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസായി. അപ്പോൾ വൈദ്യുതി ഉണ്ടാവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികളെടുത്ത് ചൂടാക്കുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. എന്താണ് ഉണ്ടാവാം? അതായത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ എന്താണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികളുണ്ട്. ഒരു ചന്ദനത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ചന്ദനത്തിരി കൊണ്ടുവന്നപ്പോൾ ഇത് കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ഈ കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ, ഓക്സിജൻ ആണ്. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? തെർമോ കെമിക്കലാണ് അല്ലേ, തെർമോ കെമിക്കൽ രാസപ്രവർത്തനമാണ്, താപരാസപ്രവർത്തനം അല്ലേ. ഇനി നെക്സ്റ്റ് എന്നാണ്, സിൽവർ നൈട്രേറ്റിൽ മുക്കി വെയിലത്ത് വെച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഊർജ്ജരൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ഏതാണ്? ലൈറ്റ് എനർജി, പ്രകാശോർജ്ജമാണ് അല്ലേ, പ്രകാശോർജ്ജമാണ്. ഇനി ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്താണ്? പ്രകാശ രാസോർജ്ജം. എങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രകാശ രാസപ്രവർത്തനം എന്നല്ലേ, പ്രകാശ രാസപ്രവർത്തനം എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര്. ഇനി സോഡിയം ലോഹം ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോഡിയം ലോഹം, സോഡിയം എന്ന് പറയുന്നത് ജലവുമായിട്ട് പ്രവർത്തിച്ചു. സോഡിയം ജലവുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്തുണ്ടായി? പുതിയ പദാർത്ഥം ഉണ്ടാവും. ഏതൊക്കെയാണ് പദാർത്ഥങ്ങൾ ഉണ്ടാകാം? എന്താണ് ഉണ്ടാവുക? സോഡിയം NaOH അല്ലേ, NaOH പ്ലസ് NaOH. സോഡിയം ജലവുമായി പ്രവർത്തിച്ചു. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും, NaOH പ്ലസ് H അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം ജലവുമാണ് അല്ലേ, സോഡിയം ജലമാണ്. ഇനി എന്താണ് പ്രൊഡക്ട്സ്? എന്ത് പ്രൊഡക്റ്റാണ്? പ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.